ശ്രീത് പണിക്കർ, ഈ ഇതിൽ ഒരു രാഷ്ട്രീയ വിശകലനം കൂടി അനിവാര്യമാണല്ലോ. നോക്കൂ, കഴിഞ്ഞ ദിവസം വരെ പേരേ ഉണ്ടായിരുന്നില്ല ഒരാൾ പെട്ടെന്ന് അറസ്റ്റിലാകുന്നു. അത് വലിയൊരു വാർത്തയായി മാറുന്നു. നവമാധ്യമങ്ങളിലൊക്കെയും പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് എന്ന അടിക്കുറിപ്പോടെ ട്രോളുകൾ നിറയുന്നു. ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ മറ്റാരെക്കാളും ശ്രദ്ധിക്കപ്പെടുന്നത് അതാകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അങ്ങനെ ഒരു നീക്കത്തിനായിരുന്നോ രാഷ്ട്രീയപരമായി CPM-ഉം CPM പിന്തുണയ്ക്കുന്ന സർക്കാരും മുൻകൈയെടുത്തത്? കൃഷ്ണരാജ്, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന പുതിയ ട്രോളുകൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഈ പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാട്ട് ചീറ്റി എന്ന മട്ടിലാണ്. കാരണം അത് മുഴുവനും സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ഇവർക്കായിരുന്നു ഇതിൻ്റെ ലയബിലിറ്റി എല്ലാവരും വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറി. കാരണം പോറ്റിയെ അവിടെ കയറ്റിയിരിക്കുന്നത് തന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് തന്ത്രിക്കെതിരെയുള്ള ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കലായിട്ട് അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീഫാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആരെന്നീ പറഞ്ഞു കഴിഞ്ഞാലും നോക്കൂ, ഞങ്ങളല്ല, തന്ത്രിയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് ലിമിറ്റഡ് ലയബിലിറ്റിയേ ഉള്ളൂ എന്ന രീതിയിലേക്ക് ഈ ഗെയിം, ഈ ടേബിൾ ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. പക്ഷേ ലോങ് റണ്ണിൽ അത് അവരെ എത്രത്തോളം സഹായിക്കും പൊളിറ്റിക്കലി എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം നമുക്കറിയാം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകൾ എങ്ങനെയാണ് മുസ്ലിം വിഭാഗത്തിന് ഇപ്പോൾ CPM-നോട് ഒരു എതിർപ്പുണ്ടാകുന്നതിന് കാരണമായത്. അപ്പോൾ അതിന് കാരണം ഒരുപക്ഷെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിൻ്റെ തന്നെ കാരണമെന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് എങ്കിൽ ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ കസ്റ്റോഡിയൻ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, വളരെ ദുർബലമാണ് അതിൻ്റെ ആ ഒരു റിമാൻഡ് റിപ്പോർട്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുള്ള ആൾക്കാരുണ്ട്. അത് CPM-നെ ഹെൽപ്പ് ചെയ്യില്ല ലോങ് റണ്ണിൽ. കാരണം വിശ്വാസപരമായിട്ടുള്ള ഒരു അറസ്റ്റാണ്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ ലോങ് റണ്ണിൽ അവർക്ക് ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഷോർട്ട് റണ്ണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു ടൈഡിനെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊടുന്നനെയാണ് ഇതിൻ്റെ. ഇപ്പം ശ്രീ മഹേഷ് പണിക്കരെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ നേരത്തെ തന്നെ തന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റി ആദ്യം മുതലുള്ള ചർച്ചകളിലൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഈ ഇൻഫർമേഷൻ ഗ്യാതറിങ് അല്ലെങ്കിൽ അന്വേഷണം, അതിൻ്റെ ഭാഗമായിട്ട് തന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് നേരത്തെ വന്നിട്ടില്ല. ഉദാഹരണത്തിന് ദേവസ്വം വിജിലൻസ് തന്നെ കോടതി പറഞ്ഞിട്ട് ഇതിൽ അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അന്വേഷണം നടത്തുമ്പോൾ അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇതേപോലെ ദേവസ്വം ബോർഡ് അദ്ദേഹത്തിനോട് അനുജ്ഞ ചോദിച്ചിരുന്നു. അദ്ദേഹം അനുജ്ഞ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ സ്വർണത്തിൽ ചെമ്പ് തെളിഞ്ഞു വന്നിരിക്കുന്നു, അതുകൊണ്ട് മെയിൻ്റനൻസ് വേണം എന്ന് പറഞ്ഞു എന്നാണ്. പക്ഷേ മുരാരി ബാബു അതിനെ അദ്ദേഹം മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്വർണം എന്നുള്ളതിനെ ഇല്ലാതെ ചെമ്പ് പാളികൾ എന്ന രീതിയിലേക്ക് കൊടുത്തു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഒരു പരാമർശത്തിലോ ഈ വന്നിരിക്കുന്ന 9 ഇടക്കാല റിപ്പോർട്ടുകളിലോ ഒന്നും തന്നെ തന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊടുന്നനെയാണ് തന്ത്രിക്ക് എതിരെ ഇങ്ങനെ ഒരു നടപടി എടുത്തത് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് കാരണമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്ത്രി ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ പറയുന്നത് കേട്ടു, തന്ത്രിയെ ഞാൻ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ തന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും തന്ത്രിയെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെള്ളം കുടിക്കണം, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട എതിരഭിപ്രായം എന്ന് പറയുന്നത് രേഖാമൂലമുള്ള അനുവാദം കൊടുത്ത 4 പേരെങ്കിലും പുറത്ത് നിൽക്കുമ്പോൾ മൗനാനുവാദം കൊടുത്തു എന്നതിൻ്റെ പേരിലേക്ക് ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം ധാർമ്മികതയുണ്ട് എന്നുള്ളതാണ്. ആ അന്വേഷണം എത്രത്തോളം ശരിയായ രീതിയിലാണ്. അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ലീഗൽ ഒബ്ലിഗേഷൻ ഉള്ള ഒരാളിന് മാത്രമേ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഡയറക്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ലീഗൽ ഒബ്ലിഗേഷൻ തന്ത്രിക്കുണ്ടോ, എത്രത്തോളം ഉണ്ട്, ദേവസ്വം ബോർഡിൻ്റെ എത്രത്തോളം പങ്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ എത്രത്തോളം അധികാരം തന്ത്രിക്ക് ആ കാര്യത്തിൽ ആരോപിക്കാനായിട്ട് കഴിയും തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൽ അദ്ദേഹം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാർമ്മികമായിട്ടുള്ള ഒരു തെറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടെന്ന് തന്നെ കരുതിക്കൊള്ളൂ. എത്തിക്കലായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഈ മൗനാനുവാദം എന്ന നിലയ്ക്ക് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, രേഖാമൂലമുള്ള അനുവാദം കൊടുത്തിരിക്കുന്ന 4 പേരെങ്കിലും, പ്രശാന്ത് PS, അദ്ദേഹത്തിൻ്റെ ഭരണസമിതിയിലെ 2 അംഗങ്ങൾ, ഒപ്പം ശങ്കർദാസ് നേരത്തെയുള്ള ഭരണസമിതിയിലെ, ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ അവർ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഈ കൊള്ളയെയാണ് എന്ന രീതിയിലേക്ക് നേരിട്ട് വ്യാഖ്യാനിക്കാവുന്ന കാര്യം അവിടെ ഉള്ളപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാതെ തന്ത്രിയിലേക്ക് പോവുക എന്ന് പറയുന്നതിലും ഒരു രാഷ്ട്രീയമില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം PS പ്രശാന്ത് അറസ്റ്റിലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻകംബൻ്റ് ആയിരുന്ന, അതായത് റീസെൻ്റ്ലി വരെ ഇൻകംബൻ്റ് ആയിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലാവുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളത്. ഒന്ന്, 2018 മുതൽ ഇങ്ങോട്ടുണ്ടായിരുന്ന ഈ കൊള്ളയെ മറയ്ക്കുന്നതിന് വേണ്ടി 4.5 കിലോഗ്രാമിൻ്റെ പിൽഫറേജ്
അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി ആ ശ്രമം തുടർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കോടതിയാണ്. 2, ഹൈക്കോടതിയുടെ 2023 ഉത്തരവും അതിനു മുമ്പുള്ള ദേവസ്വം മാനുവലും ബൈൻഡിങ് ആയിരുന്നിട്ടും അദ്ദേഹം ഇതിനെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നു. 3, ഉണ്ണികൃഷ്ണൻ പോറ്റി ധനാപഹരണം നടത്തിയിട്ടുണ്ട്, സ്വർണം തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നിട്ടും, അങ്ങനെ പറയുന്നതാണ് കോടതി, കൃത്യമായ ബോധ്യമുണ്ടായിരുന്നിട്ടും വീണ്ടും 2025 ഈ കോൺട്രാക്ട് അയാളെ തന്നെ ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കൾപ്പബിലിറ്റിയാണ്. ആ ഡയറക്റ്റ് കൾപ്പബിലിറ്റി ഉള്ള ഉദ്യോഗസ്ഥരെയോ ആ തീരുമാനം കൂട്ടായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാരെയോ ഒന്നും ചെയ്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞ മൗനാനുവാദത്തിനെ പറ്റി നമ്മൾ പറയുന്നു, ഡിബേറ്റബിൾ ആണ്, പക്ഷേ എങ്കിൽ പോലും മൗനാനുവാദം അദ്ദേഹം കൊടുത്തു കരുതുക. പക്ഷേ ഈ പ്രശാന്ത് ഈ തീരുമാനം എടുക്കുന്നല്ലോ, എന്ത് 2023 ഹൈക്കോടതി വിധിയെ വയലേറ്റ് ചെയ്തുകൊണ്ട്, ദേവസ്വം മാനുവലിനെ വയലേറ്റ് ചെയ്തുകൊണ്ട്, സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ അറിയിക്കാതെ അദ്ദേഹം ഈ സാധനമെല്ലാം അടപടലും എടുത്തിട്ട് ചെന്നൈയിൽ കൊണ്ടുപോയി പൂച്ചയേക്കാം എന്ന് കരുതിയാൽ അതിന് അന്ന് വിവാദം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതൊരു ചെറിയ കാര്യമാണ്, അതൊരു തെറ്റല്ല, വളരെ ചെറിയതായിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് കോടതി ഞങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞത് എന്താ? ഇത് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല, കാരണം ഇതെല്ലാം കൂടെ ഇവിടെ ലിക്വിഡ് ആക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് പിന്നെ കോടതി എന്ത് പറയും? ഈ ലിക്വിഡ് എല്ലാം കൂടെ ഇവിടെ പാട്ടലാക്കി കൊണ്ടുവരാൻ പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മാത്രമാണ് അതിൽ ടൈം കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്തിരിക്കുന്ന ഇതേ കള്ളനെ തന്നെ ഈ കാര്യം വീണ്ടും ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ പുറത്ത് നിൽക്കുമ്പോൾ തന്ത്രിയോട് മാത്രമായിട്ട് ഈ ഒരു സമീപനം സ്വീകരിച്ചാൽ ഇത് പൊളിറ്റിക്കലാണെന്ന് ആൾക്കാർ പറയും. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലാണെന്ന് അങ്ങനെ ആൾക്കാർ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇവിടെ ഒരുക്കുന്നത് എന്തിനാണ്? ഞാൻ ഒരു ആദ്യകാലം മുതൽ തന്നെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് SITയെ പൂർണ്ണമായി പിന്തുണച്ചയാളാണ്. എന്നോടൊപ്പം ചർച്ചയിലുള്ള ശ്രീ അനിൽ ആയിക്കോട്ടെ, ശ്രീ മഹേഷ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ, ഗോൾഡ് റിക്കവറി നടന്നപ്പോൾ മുതൽ SITയുടെ അന്വേഷണം ശരിയായ പാതയിലല്ല എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ഞാൻ. കാരണം ആ ഗോൾഡ് റിക്കവറി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു എസ്കത്തി സൃഷ്ടിക്കലാണ്. നമുക്കറിയാമല്ലോ എസ്കത്തി എങ്ങനെയാണോ പോലീസ് അന്ന് സൃഷ്ടിച്ചത് അതിന് സമാനമാണ് ഈ ഗോൾഡ് റിക്കവറി. കാരണം എന്താ? പോലീസ് SIT പറയുന്നതനുസരിച്ച് ഈ സ്വർണം തട്ടിയെടുത്തിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കജ് ഭണ്ഡാരിയും ഈ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ബെല്ലാരിയിലെ റോഡ്ദാം ജ്വല്ലറിയുടെ ഗോവർദ്ധനുമാണ്. ഇതിൽ ഗോവർദ്ധൻ തട്ടിയിരിക്കുന്ന 475 പവനും 475 ഗ്രാമും ഈ പങ്കജ് ഭണ്ഡാരിക്ക് കിട്ടിയിരിക്കുന്ന കൂലിയായിട്ട് കിട്ടിയിരിക്കുന്ന 109 ഗ്രാമും SIT റിക്കവർ ചെയ്തു എന്നാണ് പറയുന്നത്. ആ റിക്കവർ ചെയ്തിരിക്കുന്ന എവിടുന്ന ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? 2018 ഇതെല്ലാം കൂടി ഒരുക്കി കട്ടിയാക്കി ഇവിടെ വെച്ചിട്ട് 5-8 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് SIT വരും, അപ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സൂക്ഷിച്ചു വെക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് അവരെ ഇവിടെ വെച്ചിരുന്ന് എടുത്തുകൊണ്ട് വരികയാണോ? അല്ല. പകരം അവരെന്താ ചെയ്തിരിക്കുന്നത്? അവർ തന്നെ പറയുന്നുണ്ട് 2 കാര്യങ്ങൾ സംശയാസ്പദമാണ്. 1, ഞങ്ങൾ ഇൻറ്റിമിഡേറ്റ് ചെയ്യാതെയാണ് അവരിത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നത്, ഒന്നാമത്തെ കാര്യം. 2, ഇത് ആ സ്വർണ്ണമല്ല, മറിച്ച് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്വർണ്ണമാണ്, അതിന് തുല്യമായിട്ടുള്ള സ്വർണ്ണമാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു വടം മോഷണ കേസ്, ഒരു സാരി മോഷണ കേസ്, അതിൽ ഈ സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ പകരം സാരി കൊണ്ടുവരുമോ? അതായിരുന്നില്ലേ എസ്കത്തി കിട്ടാതിരുന്നപ്പോൾ പോലീസ് എസ്കത്തി സൃഷ്ടിച്ചതുപോലെ ഇവിടെ എന്തിനാണ് ഇതുമായി ബന്ധമില്ലാത്ത, തൊണ്ടിയല്ലാത്ത ഇക്വലൻ്റ് ആയിട്ടുള്ള സ്വർണം റിക്കവർ ചെയ്തത്? എന്തിനാണ് ഈ 585 ഗ്രാം എടുത്തുകൊണ്ട് പോയി അവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇതിനെ കേവലം ഒരു സ്വർണ്ണ തട്ടിപ്പ് എന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് SIT ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം മുതൽ തന്നെ ഈ കേസിലെ പരാതിക്കാരനായിട്ടുള്ള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുഭാഷ് കപൂർ മോഡൽ കൊള്ളയാണ്. സുഭാഷ് കപൂർ മോഡൽ കൊള്ളയാവണമെങ്കിൽ എന്ത് ചെയ്യണം കൃഷ്ണരാജ്? സ്വർണ്ണം ഉരുക്കാൻ പാടില്ല. നിങ്ങൾ ഈ വലിയ ആചാര മൂല്യമുള്ള ഒരു വസ്തു, വിശ്വാസ മൂല്യമുള്ള ഒരു വസ്തു, ആ വസ്തുവിനെ എടുത്തു വെച്ചിട്ട് അതിനെ ഉരുക്കി കട്ടിയായിട്ട് ചേട്ടാ ഇതാണ് സ്വർണ്ണം ഉണ്ട, ഇത് ശബരിമലയിൽ നിന്നിരുന്ന ദ്വാരപാലകനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങാനായിട്ട് നിങ്ങളെ വിശ്വസിച്ച് എത്ര ആൾക്കാർ വരും? ഒരാളും വരില്ല. മറിച്ച് ഇതാണ് ദ്വാരപാലക പാളികൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് വിശ്വാസമൂല്യം, അത് ആൾക്കാർ വരും. പക്ഷെ ആ രീതിയിലല്ല ഇപ്പോൾ SITയുടെ കേസ് നിലവിൽ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ നോക്കേണ്ടത് ശരിയായിട്ടുള്ള അന്വേഷണം എവിടെയാണ് പോകേണ്ടതെന്നറിയോ? ശബരിമലയിൽ നിന്ന് ഈ ദ്വാരപാലകരെ ഉൾപ്പെടെ വെയിറ്റ് എടുത്തു. അന്നേരം അതിൻ്റെ ഗ്രോസ് വെയിറ്റ് 42.5 കിലോ എന്തോ ആണ്. അതിനുശേഷം ബാംഗ്ലൂരിൽ കൊണ്ടുപോയി, ഹൈദരാബാദിൽ കൊണ്ടുപോയി, അവസാനം അത് ചെന്നൈയിൽ കൊണ്ടുവരുന്നു. ആ സമയത്തേക്ക് 39 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ വരുന്ന സമയത്ത് അതിൽ പൂശുന്നതിന് മുമ്പ് ദേവസ്വത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥരും ദേവസ്വത്തിൻ്റെ തന്നെ ഗോൾഡ് സ്മിത്തും അവിടെ വന്നിട്ട് അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് എടുത്തു. ആ വെയിറ്റ് എടുക്കുമ്പോൾ തന്നെ ഇതിൽ തൊടുന്നതിന് മുമ്പ്, എന്തെങ്കിലും പണി ചെയ്യുന്നതിന് മുമ്പ് 4.5 കിലോ കുറഞ്ഞു. ആ 4.5 കിലോ അവിടെ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താ? നേരത്തെ ഉണ്ടായിരുന്ന പാളി എവിടെയോ അടിച്ചു വിറ്റു, പകരം പാളി ഉണ്ടാക്കി എന്നേ അസ്യൂം ചെയ്യാൻ കഴിയുള്ളൂ. അതല്ല എങ്കിൽ ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആ കാര്യത്തിന് എന്താ 39 ദിവസം കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് പോകാനാണെങ്കിൽ 98-ൽ ഇരിക്കുന്ന സാധനം ഇന്ന് കാണത്തില്ലല്ലോ.
ഞാൻ പറയുന്നത് തട്ടിപ്പില്ലാതെ ആ ഒരു പരിപാടി അവിടെ നടക്കില്ല. എങ്കിലും അവിടെ ആദ്യം അന്വേഷിക്കേണ്ടത് ഇത് ഒറിജിനൽ പാളിയാണോ അല്ലയോ എന്നുള്ളതാണ്. ഇപ്പൊ VSSC ആണ് അത് അന്വേഷിക്കുന്നത്. ലീഗലായിട്ട് അത് VSSC അന്വേഷിക്കുന്നതിന്റെ സാങ്കത്യം എത്രയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നാളെ ഒരു സമയത്ത് VSSC പറയുകയാണ്, ദാ ഇത് നോക്കൂ, ഇത് പഴയ പാളിയല്ല, ഈ പഴക്കമല്ല, അല്ലെങ്കിൽ ആ പാളിയല്ല, ഇനി അതിന്റെ ഏതെങ്കിലും ഒരു സ്ക്വയർ ഇഞ്ചിലുള്ള സ്വർണത്തിന്റെ ഡെപ്പോസിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വല്ലതും ആണ്. സപ്പോസ്, എനിക്കറിയില്ല അവരുടെ മെത്തഡോളജി എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത്ര സ്വർണ്ണമാണ് ഇതിലുള്ളത്, അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടലി ഇത്ര സ്വർണ്ണം അവിടെ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ SIT വീട്ടിലായി പോകില്ലേ? ഇവിടെ പോയിട്ട് ഇത് റിക്കവർ ചെയ്യും. ഈ 585 ഗ്രാമിന്റെ എസ്കത്തിക്ക് തുല്യമായിട്ടുള്ള കുറെ സ്വർണ്ണം അവിടെ ഉണ്ട്. സപ്പോസ് ഇത് 4.5 കിലോ ഉണ്ടായിരുന്നു ഇതിനകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് കൊണ്ടുപോയി ഇത് റിക്കവർ ചെയ്യും? ആ റിക്കവർ ചെയ്യുന്നത് ഇതാണോ? ഇതൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് ശരിയായ ഡയറക്ഷനിലാണ് ഈ അന്വേഷണം പോകുന്നത് എന്ന് നമുക്ക് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ വിശ്വസിക്കാൻ മതിയായിട്ടുള്ള ന്യായമില്ല. അത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ബദറുദ്ദീൻ എന്ന് പറയുന്ന ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ഇത് പറഞ്ഞിരുന്നു മറ്റൊരു സാഹചര്യത്തിലാണ്. ഈ പറയുന്നത് വളരെ ശരിയായ രീതിയിലല്ല പോയിരിക്കുന്നത്, ഇതിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം കോൾ ഔട്ട് ചെയ്തിരുന്നു. അങ്ങനെ കോൾ ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിൽ കൂട്ടുത്തരവാദിത്തമുള്ള ചില ആൾക്കാരുടെ അറസ്റ്റ് പോലും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നതിന് ശേഷമാണ് കേട്ടോ ഈ വിജയകുമാർ അറസ്റ്റിലാകുന്നത്. അതുവരെ SITക്ക് ബോധ്യമേ ഇല്ലായിരുന്നു. ഇവിടെ പത്മകുമാർ ഇതെടുത്തു. പത്മകുമാറിനോടൊപ്പം തന്നെ അന്ന് വന്ന് ചായയും കുടിച്ചിട്ട് EA എഴുതിയെടുത്തിരിക്കുന്ന മറ്റ് 2 അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞില്ലേ? അവന്മാരാണ് ഈ മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവർക്കിതിന് കൂട്ടുത്തരവാദിത്തമില്ലേ? ഞാൻ പറഞ്ഞ ഈ തന്ത്രി ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം വിളിച്ചു പറഞ്ഞില്ല എന്നാണല്ലോ പറയുന്നത്. തന്ത്രി ഇത് ആരെ അറിയിച്ചില്ല. ഈ എടുത്തുകൊണ്ട് പോയിരിക്കുന്ന ദേവസ്വം ബോർഡിനെ തന്ത്രി ഇത് അറിയിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് ഈ ദേവസ്വം ബോർഡിലെ ഈ ഭരണസമിതിയിലെ മറ്റ് 2 അംഗങ്ങളായിട്ടുള്ള ഈ വിജയകുമാറും ഈ ശങ്കർദാസും ഇതാരെ അറിയിക്കണമായിരുന്നു? അവരും ഇത് ചെയ്യേണ്ടതല്ലേ? ആ ഉത്തരവാദിത്വം അവർ ചെയ്തോ? അത് ചെയ്തിട്ടില്ല. ഇതിന് മുകളിൽ ബോഡി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരെ നിയമിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ആണല്ലോ അവരെ നിയമിച്ചിരിക്കുന്ന ആൾക്കാരോട് പറയാം. CPIയുടെ ആളാണ് ശങ്കർദാസ് എങ്കിൽ CPIയുടെ ആളിനോട് പറയാം, അവരുടെ ഏതെങ്കിലും ഒരു മന്ത്രിയോട് പറയാം, ദേവസ്വം മന്ത്രിയോട് പറയാം, ചേട്ടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇവിടെ ഇങ്ങനൊരു തട്ടിപ്പ് നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു എന്ന് പറയാം. പക്ഷെ അത് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ അവിടെ ഇപ്പോൾ ഒരു കൾപ്പബിലിറ്റി ഇല്ലേ? ഒരു ക്രിമിനൽ ലയബിലിറ്റി ഇല്ലേ? ആ ലയബിലിറ്റി വളരെ പ്രത്യക്ഷമായിട്ട് രേഖാമൂലം നമ്മുടെ മുന്നിലിരിക്കുന്ന സമയത്ത് അവരേതെങ്കിലും വഴിക്ക് പോകട്ടെ, നമുക്ക് തൽക്കാലം തന്ത്രിയെ അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി അത് ചോദ്യം ചെയ്യപ്പെടും. അതാണ് ഒരുപക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ തന്ത്രിയെ വെള്ളപൂശണമെന്നോ തന്ത്രിയെ ന്യായീകരിക്കണമെന്നോ ചിന്തയുള്ള ആൾക്കാരല്ല. ഇതെന്തിനാണ് കുറേയധികം ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. വളരെ കൃത്യമാണ്.